പലപ്പോഴും കോൺകോഡ് എന്ന് പറയുന്ന ഭാഗത്ത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ ഭാഗത്ത് വൺ ബോയ്സ് ആണോ ബോയ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം വൺ ബോയ് എന്നേ പറയൂ. ശരിയല്ലേ? വൺ ബോയ് ഈസ് എന്നേ പറയൂ. ഈസ് ആകാം, ഹാസ് ആകാം, വാസ് ആകാം. ഞാൻ ഉദ്ദേശിച്ചത് സിംഗുലർ വെർബ് ഉപയോഗിക്കുള്ളൂ എന്നാണ്. ഓക്കെ, വൺ ബോയ് എന്നേ പറയൂ. വൺ ബോയ്സ് എന്ന് പറയില്ലല്ലോ. വൺ ബോയ് ഈസ് എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ റൂൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ണിന് പകരം ഈച്ച്, എവരി, എയ്തർ, നെയ്തർ. വണ്ണിന് പകരം ഈച്ച്, എവരി, എയ്തർ, നൈതർ. ഇത്രയും യൂസേജസ് വന്നാലും ഇതേ റൂൾ തന്നെ ഫോളോ ചെയ്താൽ മതി. വൺ ബോയ് ഈസ് എന്ന് പറയുന്ന പോലെ തന്നെ വൺ ബോയ് ഈസ് എന്ന് പറയുന്ന പോലെ തന്നെ ഈച്ച് സ്റ്റുഡൻറ് എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസ് അല്ല, ഈച്ച് സ്റ്റുഡൻറ് ഈസ് എന്നേ പറയൂ. ഈസ് ആകാം, വാസ് ആകാം, ഹാസ് ആകാം. എവ്രി പ്ലെയർ എന്നേ പറയാവൂ. പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സിംഗുലർ നൗൺ വേണം. എവ്രി പ്ലെയർ ഈസ് എന്നേ പറയാവൂ. ഈസ് ആകാം, ഹാസ് ആകാം, വാസ് ആകാം. അതുപോലെ എയ്തർ ടീച്ചർ എന്നേ പറയാവൂ. എയ്തർ ടീച്ചേഴ്സ് എന്ന് പറയരുത്. നെയ്തർ ഗേൾ എന്നേ പറയാവൂ. നെയ്തർ ഗേൾസ് എന്ന് പറയരുത്. നെയ്തർ ഗേൾ ഈസ്. ഓക്കെ, ഇതാണ് ഈ ട്രിക്ക് എന്ന് പറയുന്നത്. എറർ ഡിറ്റക്ഷൻ പോലെയുള്ള അല്ലെങ്കിൽ കോൺകോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ.